നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും വർഗീയതയ്ക്കുമെതിരെയുള്ള ജനാധിപത്യപരമായ തേരോട്ടത്തിൽ കുന്നംകുളത്തിന്റെ കോട്ടക്കൊത്തളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ത്രിവർണ്ണ കൊടി പാറിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പുതുയുഗ യാത്രയ്ക്ക് കുന്നംകുളത്ത് ഉജ്ജ്വല സ്വീകരണം നൽകി. നവീകരിച്ച തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ പാറമേക്കാവ് മുതൽ കല്ലുംപുറം വരെയുള്ള റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിയുടെ പൂർത്തീകരണവും കുന്നംകുളം നഗരസഭയെയും കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ചെറുവള്ളിക്കടവ് പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും കലശമല ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷനുള്ള ഭൂമി ഏറ്റെടുത്തതിന്റെ രേഖകൾ കൈമാറലും വ്യാഴാഴ്ച രാവിലെ 10:30 കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ സജ്ജമാക്കുന്ന വേദിയിൽ സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ ഇരിപ്പുവേല അധികാരപ്പാറ പുറപ്പെട്ടു. 18.5 ദേശത്തിനും പാരമ്പര്യ അവകാശിയായ മേലേപ്പുരയ്ക്കൽ കുറുമ്പയുടെ തറവാട്ടിൽ നിന്നാണ് പറ പുറപ്പെട്ടത്. വേലയാഘോഷം ഫെബ്രുവരി 22, 23, 24 തീയതികളിൽ. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് കുന്നംകുളത്ത് ഉജ്ജ്വല സ്വീകരണം. ഉച്ചയ്ക്ക് 1:45 ജാഥ ക്യാപ്റ്റൻ VD സതീശൻ കുന്നംകുളത്തെത്തിയത്. വടക്കാഞ്ചേരി റോഡിൽ നിന്ന് തുറന്ന വാഹനത്തിൽ കയറി നഗര അഭിവാദ്യം ഏറ്റുവാങ്ങിയാണ് ജാഥ ക്യാപ്റ്റൻ സ്വീകരണ സ്ഥലത്തെത്തിയത്. വർണ്ണക്കാവടികൾ, വാദ്യമേളങ്ങൾ എന്നിവ അകമ്പടിയായി. സ്വീകരണ കേന്ദ്രമായ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തിയ പ്രതിപക്ഷ നേതാവിനെ ആവേശം നിറഞ്ഞ മുദ്രാവാക്യം വിളികളോടെ എടുത്തുയർത്തിയാണ് വേദിയിലെത്തിച്ചത്. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും വർഗീയതയ്ക്കും എതിരെയുള്ള ജനാധിപത്യപരമായ തേരോട്ടത്തിൽ കുന്നംകുളത്തിന്റെ കോട്ടക്കൊത്തളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ത്രിവർണ്ണക്കൊടി പാറിക്കുമെന്ന് VD സതീശൻ പ്രസംഗത്തിൽ പറഞ്ഞു. പോകുന്ന പോക്കിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയാണ് ഇടതു സർക്കാർ മലയാളിയുടെ തലയ്ക്ക് മീതെ വെച്ചിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം ലോകോത്തര തട്ടിപ്പിന്റെ പുതിയ മാതൃകയാണ്. 600 പേർ കഴിച്ച പ്രഭാത ഉച്ച രാത്രി ഭക്ഷണത്തിന്റെ കണക്ക് മാത്രം മതി അടിച്ചുമാറ്റലിന്റെ ആഴം മനസ്സിലാക്കാൻ എന്ന് സതീശൻ പറഞ്ഞു. ഇല്ലാത്ത ഭജന സംഘത്തിന്റെ പേരിലും മറ്റ് വ്യാജ കണക്കുകൾ ഉണ്ടാക്കിയും പണം തട്ടിയെടുത്തിട്ടുണ്ട്. ഇതൊന്നും ജനം പൊറുക്കില്ലെന്നും കേരളത്തെ ഏതൊക്കെ രീതിയിൽ ഇടതുപക്ഷം തകർത്തു ആ എല്ലാ മേഖലയും ഐക്യജനാധിപത്യ മുന്നണി പുതുക്കിപ്പണിയുന്ന പുനരുജ്ജീവനത്തിന്റെ മാതൃക സൃഷ്ടിക്കുമെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതൊരു തേരോട്ടമാണ്. ഈ തേരോട്ടത്തിന്റെ മുന്നിൽ തകർന്നു വീഴാത്ത ഒരു കോട്ടയുമില്ല. ആരെങ്കിലും കോട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ കുന്നംകുളത്ത് ആ കോട്ട ഇടിച്ചു നിരത്തി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയുണ്ടാക്കാൻ ഞാൻ നിങ്ങളെ ചുമതലപ്പെടും. നിങ്ങളെ ഏറ്റോ അത് വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇവിടെ ഇന്ന് അട്ടിച്ചയ്ക്ക് മണിയത്രേ 2 മണിക്ക് ഈ പുരി വെയിലിൽ എന്നെ വിസ്മയിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ ഭക്ഷണം പോലും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ നിങ്ങൾ നൽകിയ ഈ ആവേശകരമായ സ്വീകരണം ഞാൻ എന്നും എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചു. നവീകരിച്ച തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ പാറമേക്കാവ് മുതൽ കല്ലുംപുറം വരെയുള്ള റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിയുടെ പൂർത്തീകരണവും കുന്നംകുളം നഗരസഭയെയും കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ചെറുവള്ളിക്കടവ് പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും കലശമല ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷനുള്ള ഭൂമി ഏറ്റെടുത്തതിന്റെ രേഖകൾ കൈമാറലും വ്യാഴാഴ്ച നടക്കുമെന്ന് AC മൊയ്തീൻ MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10:30 കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ സജ്ജമാക്കുന്ന വേദിയിൽ സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, K രാധാകൃഷ്ണൻ MP, MLAമാരായ മുരളി പെരുന്നെല്ലി, സേവ്യർ ചിറ്റ്ലപ്പള്ളി, P ബാലചന്ദ്രൻ തുടങ്ങിയവർ മുഖ്യാതിഥികളാകും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS കലശമല ടൂറിസം ഡെസ്റ്റിനേഷൻ വികസനത്തിനായി 13 കോടി രൂപ ചെലവിൽ ഏറ്റെടുത്ത 12 ഏക്കർ സ്ഥലത്തിന്റെ രേഖകൾ ഏറ്റുവാങ്ങും. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിക്കും. 33.243 കിലോമീറ്റർ ദൂരം റോഡ് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. 260 കോടി രൂപ അടങ്കലിൽ KSTP കുറ്റിപ്പുറം ഡിവിഷന്റെ മേൽനോട്ടത്തിൽ EKK ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡ് കരാർ കമ്പനിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയുള്ള ചെറുവള്ളിക്കടവ് പാലം 9.33 കോടി രൂപ ചെലവിലാണ് പുനർനിർമ്മിക്കുന്നത്. CH കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് പാലം നിർമ്മിക്കുന്നത്. 18 മാസമാണ് നിർമ്മാണ കാലാവധി.
5 വർഷം റോഡിന്റെ മെയിന്റനൻസ് നിർമ്മാണ കമ്പനിക്കായിരിക്കും. റോഡ് കടന്നുപോകുന്ന പ്രധാന സെന്ററുകളിൽ 19 ഇടത്തായി ബസ് സ്റ്റോപ്പുകൾ നിർമ്മിക്കും. മാർച്ച് മാസം അവസാനത്തോടെ സ്ട്രീറ്റ് ലൈറ്റുകളടക്കം സ്ഥാപിച്ച് റോഡ് പൂർണ്ണമായും സഞ്ചാരയോഗ്യമാക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് തെരുവുവിളക്കുകളുടെ മെയിന്റനൻസ് ചുമതലയെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു. കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജോ റിന, പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് എഞ്ചിനീയർമാരായ സംഗീത, വിദ്യ, കരാർ കമ്പനി എഞ്ചിനീയർ ശ്രീരാജ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഭൂമി ടൂറിസം വകുപ്പിന് കൈമാറ്റം ചെയ്യുന്ന റവന്യൂവിൻ്റെ എല്ലാ നടപടികളുമായിട്ടുണ്ട്. അത് ഏറ്റെടുക്കുന്ന ആ ഭൂമി ടൂറിസം വകുപ്പ് റവന്യൂവിൽ നിന്ന് ഏറ്റെടുക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ അതിൻ്റെ വില കൊടുത്ത് ഭൂമി സർക്കാരിൻ്റേതായി. അതുകൂടി ഇപ്പോൾ നമ്മുടെ ഈ ഉദ്ഘാടന പരിപാടിയിൽ വെച്ച് നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആ ഡെസ്റ്റിനേഷനിൽ ഭാവിയിൽ ഇപ്പം തന്നെ ഒരു 1.5 കോടി രൂപയുടെ ഒരു ഹാള് പണിയാൻ വേണ്ടി ഈ നിലവിലെ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ സംഖ്യ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡിസൈനിങ് നടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ സ്ഥിരമായി അവിടെ കലാപരിപാടികൾ നടത്താനും മറ്റുമൊക്കെ ഇപ്പോൾ തന്നെ സൗകര്യമാവുകയാണ്. ഇനി അതിൻ്റെ അതിർത്തി സംരക്ഷണം, തുടർന്ന് അവിടെയുള്ള ഡെവലപ്മെൻറ്റ് ഭാവിയിൽ ആലോചിക്കാൻ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സത്യസന്ധത അവാർഡ് വിതരണവും രാജ്യ പുരസ്കാർ പരീക്ഷാ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു. സ്കൂളിൽ നിന്നോ സ്കൂളിന് പുറത്തുനിന്നോ തന്റേതല്ലാതെ ലഭിക്കുന്ന പണമോ വിലപിടിപ്പുള്ള വസ്തുക്കളോ സ്കൂൾ അധികൃതരെ ഏൽപ്പിച്ച് സത്യസന്ധതയോടെ പെരുമാറുന്ന വിദ്യാർത്ഥികൾക്ക് നൽകിവരുന്ന സത്യസന്ധത അവാർഡിന് ഈ വർഷം 25 കുട്ടികളാണ് യോഗ്യത നേടിയത്. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു. വിദ്യാലയത്തിലെ അധ്യാപികയും തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിലെ ആമക്കാവ് ഡിവിഷൻ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അധ്യാപിക TK നീതുവിനെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC ആദരിച്ചു. വിദ്യാർത്ഥികൾക്ക് TK നീതു ടീച്ചർ മെഡലുകൾ സമ്മാനിച്ചു. രാജ്യ പുരസ്കാർ പരീക്ഷാ വിജയികളായ സ്കൗട്ട് വിദ്യാർത്ഥികളെ പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് OIC അനുമോദിച്ചു. അധ്യാപകരായ രാംദാസ്, ബിനിൻ, ശരണ്യ എന്നിവർ സംസാരിച്ചു. വെള്ളക്കെട്ടും വരൾച്ചയും അതിജീവിച്ച് കൊയ്തെടുത്ത നെല്ല് മില്ലുകാർ എടുക്കുന്നില്ല. പെരുമ്പിലാവ് പൂയാങ്കുളം പാടശേഖരത്തിലെ ടൺ കണക്കിന് നെല്ലാണ് പാടത്തും പറമ്പുകളിലുമായി കെട്ടിക്കിടക്കുന്നത്. ചാക്കിൽ കെട്ടി സൂക്ഷിച്ചിരിക്കുന്ന നെല്ല് ഈർപ്പമടിക്കാതിരിക്കാൻ ടാർപോളിംഗ് വാടകയ്ക്കെടുത്ത് മൂടിയിട്ടിരിക്കുകയാണ്. ഈ വകയിലും വലിയ നഷ്ടമാണ് കർഷകർ നേരിടുന്നത്. നെല്ല് സംഭരിക്കുന്നതിന് സപ്ലൈകോയിൽ രജിസ്റ്റർ ചെയ്തും കൊയ്ത്തു കഴിഞ്ഞ വിവരം കൃഷിഭവനിലും അറിയിച്ചിരുന്നു. എന്നാൽ മില്ലുകാർ 1 ലോഡ് മാത്രമാണ് ഇവിടെ നിന്നും സംഭരിച്ചത്. നെല്ലിന്റെ തൂക്കവും ഗുണനിലവാരവും കുറവാണെന്നാണ് മില്ലുകാർ പറയുന്നത്. എന്നാൽ നെല്ലിന് കുഴപ്പമൊന്നും ഇല്ലെന്നും കിഴിവ് കൂട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് നെല്ലെടുക്കാൻ വൈകിപ്പിക്കുന്നതിന് പിന്നിലെന്നും ആരോപണമുണ്ട്. വേനൽ മഴ ഭീഷണിയും കർഷകർക്ക് പ്രതിസന്ധിയാണ്. എത്രയും വേഗം നെല്ല് കയറ്റാനുള്ള നടപടി അധികൃതർ ഇടപെട്ട് സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. പാടശേഖരത്തിലെ 1 മാസത്തോളമായി നെല്ല് കൊയ്തിട്ടിട്ട് ഒരു പ്രാവശ്യം ഒരു കമ്പനി വന്നിട്ട് അത് അവർ 1 ലോഡ് കൊണ്ടുപോയി, പിന്നെ അവർ വന്നില്ല, അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. അതുപോലെ പല കമ്പനികളും വന്നിട്ട് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. നെല്ലിന് ഒരു കുഴപ്പമില്ലാത്ത കഴിഞ്ഞ പ്രാവശ്യത്തെ അതേപോലത്തെ അതേ നെല്ല് തന്നെയാണ് ഇപ്പോഴും. പക്ഷെ അവർ എടുക്കുന്നില്ല. ഞങ്ങളിത് പാടത്താണിത്. ചില സ്ഥലങ്ങളിലൊക്കെ പന്നികളുടെ ശല്യം, നായക്കളുടെ ശല്യമൊക്കെ സഹിച്ച് ഇവിടെ നോക്കിയിരിക്കുകയാണ്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് എക്കോസെൻസ് ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ശുചിത്വ പഠനോത്സവം കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ VV തിലകൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് CK സുദീപ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് സെക്രട്ടറി KK രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ സുൽഫത്ത് ബക്കർ, വിനു ജോൺസൺ, ഗംഗാധരൻ മാസ്റ്റർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി CO ആന്റോ, മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ സന്തോഷ് T ഇമ്മട്ടി, പ്രധാന അധ്യാപകൻ PJ സ്റ്റൈജു എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി ITC റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണം. ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. നിരവധി വിദ്യാർത്ഥികൾ വരുന്ന പട്ടികജാതി പട്ടിക വികസന പ്രീ മെട്രിക് ഹോസ്റ്റൽ, ഗവൺമെന്റ് ITI എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയിലേക്കുള്ള റോഡാണിത്.
10 വർഷം മുൻപാണ് റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള വാഹനയാത്രയും കാൽനടയാത്രയും ദുസ്സഹമായിരിക്കുകയാണ്. രോഗികളെയും വയോധികരെയും കൊണ്ടുപോകുന്നതിനും മറ്റും ഓട്ടോറിക്ഷ, കാർ എന്നിവ വാടകയ്ക്ക് വിളിച്ചാൽ വരാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ടുതന്നെ ഉയർന്ന പ്രദേശമായ ITC റോഡിലൂടെ സഞ്ചരിക്കുന്നതിന് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കി തരണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മുൻ വാർഡ് മെമ്പറും മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റുമായ സെഫീന അസീസ്, നാട്ടുകാരായ ഔസേബ്, ഷാജി, അഷ്റഫ്, ബാബു മുരിങ്ങത്തേരി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ ബൽറാം ഇടഞ്ഞ് 1 മണിക്കൂറോളം പരിഭ്രാന്തി പരത്തി. ഉച്ചതിരിഞ്ഞ് 2:45 ആന ഇടഞ്ഞത്. തെക്കേ നടയിലെ ശീവേലി പറമ്പിൽ തളച്ചിരിക്കുകയായിരുന്നു. ക്ഷേത്രത്തിലെ ഉച്ചതിരിഞ്ഞുള്ള ശീവേലി എഴുന്നള്ളിപ്പിനായി കെട്ടുംതറിയിൽ നിന്നും അഴിക്കാനെത്തിയ പാപ്പാന്മാരെ ആന ഓടിച്ചു. അനുസരണക്കേട് കാട്ടിയതോടെ പാപ്പാന്മാർക്ക് ആനയെ അഴിക്കാനായില്ല. പിന്നീട് ആനത്താവളത്തിൽ നിന്ന് കൂടുതൽ പാപ്പാന്മാരെത്തി 3:45 ആനയെ വരുതിയിലാക്കിയത്. ശീവേലിയിൽ പങ്കെടുപ്പിക്കാതെ ലോറിയിൽ കയറ്റി ആനത്താവളത്തിലേക്ക് കൊണ്ടുപോയി. ശീവേലിക്ക് പകരം ആനയെ അയച്ചു. ഇടഞ്ഞാൽ വലിയ രീതിയിൽ ആക്രമണകാരിയാകുന്ന കൊമ്പനാണ് ബൽറാം. അതുകൊണ്ടുതന്നെ പാപ്പാന്മാർ കനത്ത ജാഗ്രതയിലാണ് ആനയെ നിയന്ത്രിച്ചത്. കണ്ടാണശ്ശേരി MSS UP സ്കൂളിന്റെ 58ാമത് വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ VK ദാസൻ അധ്യക്ഷനായി. അധ്യാപക പ്രതിനിധി ഷിജി K വർഗീസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. യുവ എഴുത്തുകാരി മനീഷ മുകേഷ് ലാൽ മുഖ്യപ്രഭാഷണം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ VV തിലകൻ എൻഡോമെന്റ് വിതരണവും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമിത സജീവൻ അവാർഡ് വിതരണവും നടത്തി. സ്കൂൾ പ്രധാന അധ്യാപിക VN സിന്ധു, എക്സൽസിയർ സ്കൂൾ പ്രധാന അധ്യാപിക CK ലില്ലി, PTA പ്രസിഡന്റ് M കൃഷ്ണകുമാർ, വിവിധ ക്ലബ്ബ് ഭാരവാഹികളായ VD ബിജു, TK സുവീഷ്, PM സന്തോഷ്, VA അരുൺ, VM മോഹൻദാസ്, PR ബൈജു, NC സുഭാഷ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളുടെ അവതരണവും ഉണ്ടായി. എരുമപ്പെട്ടി മങ്ങാട്ടുകാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി വേലയോടനുബന്ധിച്ചുള്ള പറ പുറപ്പാട് ആരംഭിച്ചു. പള്ളിപ്പുറം വൈശാഖിന്റെ നേതൃത്വത്തിൽ 51-ൽ പരം വാദ്യകലാകാരന്മാർ അണിനിരന്ന മേളത്തിന് ശേഷമാണ് പറയെടുപ്പ് ആരംഭിച്ചത്. വഴിപാടിന്റെ ഭാഗമായി നിരവധി ഭക്തർ പറ നിറച്ചു. ക്ഷേത്രം കോമരം ഹരിദാസ് കാഞ്ഞിരക്കോട് വിത്തെറിഞ്ഞ് കൽപ്പന പുറപ്പെടുവിച്ചു. കൊണ്ടയൂർ വാസുദേവൻ പറമേളത്തിന് നേതൃത്വം നൽകി. ക്ഷേത്രം മേൽശാന്തി അനൂപ് എംബ്രാന്തിരി പൂജാ ചടങ്ങുകൾക്ക് കാർമ്മികനായി. ക്ഷേത്രം ഊരാളൻ TS മുരളി, പ്രസിഡന്റ് മുരളി കിഴക്കൂട്ട്, സെക്രട്ടറി ബാബു വടുതല, ട്രഷറർ സുരേഷ് ഇറക്കത്ത്, ക്ഷേത്രം അസിസ്റ്റന്റ് VK രാമചന്ദ്രൻ, ക്ഷേത്രം കഴകം മല്ലിക വാരസിയർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫെബ്രുവരി 23-നാണ് പ്രസിദ്ധമായ മങ്ങാട്ടുകാവ് കുംഭഭരണി വേല ആഘോഷിക്കുന്നത്. കോട്ടപ്പുറം, ചിറ്റണ്ട, കിഴക്കുമുറി, പടിഞ്ഞാറ്റുമുറി, തൃക്കണപതിയാരം, കാഞ്ഞിരക്കോട്, കൊടുമ്പ്, കുമ്പളങ്ങാട്, മങ്ങാട്ടുകാവ്, മങ്ങാട്, ആശാരി, തറവാട് എന്നിവിടങ്ങളിൽ നിന്നാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ചരിത്ര പ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ ഇരിപ്പുവേല അധികാരപ്പറ പുറപ്പെട്ടു. 18 ദേശത്തിനും പാരമ്പര്യ അവകാശിയായ മേലേപ്പുരയ്ക്കൽ കുറുമ്പയുടെ തറവാട്ടിൽ നിന്നാണ് പറ പുറപ്പെട്ടത്. മണിമലർക്കാവ് ക്ഷേത്രത്തിൽ ദേവിയുടെ തോറ്റം ചൊല്ലി ആദ്യത്തെ പറയെടുത്തു. ദേവിയുടെ ഉത്ഭവവും ക്ഷേത്രാചാരങ്ങളും പ്രതിപാദിക്കുന്നതാണ് തോറ്റം പാട്ട്. 16 കമ്പുള്ള ഓലക്കുട ചൂടി ദേവി ഈ തട്ടകത്ത് വന്നു കുടിയിരുന്നതിന്റെ പ്രതീകമായി കുരുത്തോല കെട്ടിയ ഓലക്കുടയും ചൂടിയാണ് ദേവി എഴുന്നള്ളുന്നത്. വെള്ളപ്പന്നാട്ടിലേ വലിയൊരു വെള്ളപ്പന്നാടേ വലിയൊരു വെള്ളപ്പന്നാട്ടിലേ ചെറിയൊരു വെള്ളപ്പന്നാടേ.
ക്ഷേത്രത്തിൽ പറ പുറപ്പെടുന്ന ദിവസം മുതൽ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾ ആചരിച്ച് അശ്വതിവേല കാവേറും. ഭരണി ദിവസം അരിത്താലത്തിനെ അനുഗമിച്ച് നീങ്ങുന്ന ഇരിപ്പുവേല അരിത്താലം സമർപ്പിച്ചതിനു ശേഷം തോറ്റം ചൊല്ലി അവസാനിക്കുന്നതോടെ ക്ഷേത്രത്തിലെ ഭരണിവേല ചടങ്ങുകൾക്കും സമാപനമാകും. അവകാശിയായ കുറുമ്പയുടെ മകനായ അഖിൻഷാ ആണ് ഇപ്പോഴത്തെ കോമരം. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കേക്കാട് കപ്ലിയങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാത്രി ക്ഷേത്രത്തിന്റെ 21 ദേശങ്ങളിൽ നിന്നും നാട്ടുതാലം എഴുന്നള്ളിക്കും. അശ്വതിവേല ദിവസമായ ഞായറാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിൽ സംഗമിച്ച് കൂട്ടി എഴുന്നള്ളിപ്പ് നടത്തും. വൈകിട്ട് 6-ന് മേലേക്കാവിലെയും താഴത്തേക്കാവിലെയും കോമര സംഗമം, തുടർന്ന് കരിങ്കാളി, മൂക്കൻചാത്തൻ തുടങ്ങിയ നാടൻ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ വേലകയറ്റം. രാത്രി 7:30-ന് മൂവാറ്റുപുഴ ഏഞ്ചൽ വോയ്സിന്റെ ഗാനമേള. കുംഭഭരണി ദിവസമായ തിങ്കളാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, വടക്കുംവാതിൽ, തുടർന്ന് പട്ടും താലിയും ചാർത്തൽ, പറവെപ്പ് എന്നിവ ഉണ്ടാകും. 3-ന് തട്ടിന്മേൽ കളി നടക്കും. വൈകിട്ട് തിറ, തെയ്യം എന്നിവയുടെ കൂട്ടിയെഴുന്നള്ളിപ്പുണ്ടാകും. 7:30-ന് മലബാർ മ്യൂസിക് ബാൻഡ് ഗാനമേള. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ അടകുത്തിപ്പുഴുങ്ങൽ എന്നിവയുടെ രാത്രി 8-ന് മേൽശാന്തി റോഷൻ തീ പകരും. കാർത്തിക ദിവസമായ ചൊവ്വാഴ്ച വിഭവസമൃദ്ധമായ സദ്യയോടെ ഉത്സവം കൊടിയിറങ്ങുമെന്ന് ഭാരവാഹികളായ പ്രമോദ് കിളിയമ്പറമ്പിൽ, ധനീഷ് താമരശ്ശേരി, വസന്തൻ മുക്കനാംകുളങ്ങര, അശോകൻ വെട്ടിശ്ശേരി, വിജയൻ പൈറ്റാംകുന്നത്ത്, പ്രജീഷ് മടപ്പാട്ടിൽ എന്നിവർ അറിയിച്ചു. ജനുവരി 24-ാം തീയതി പരൂര് ശിവക്ഷേത്രത്തിൽ നിന്നും വെളിച്ചപ്പാടിൻ്റെ അകമ്പടിയോടുകൂടിയിട്ട് ക്ഷേത്രത്തിലേക്ക് കൊടിക്കൂറ കൊണ്ടുവന്നു. ക്ഷേത്ര തന്ത്രി മേൽശാന്തിയും കൂടി കൊടിയേറ്റ് നടത്തി. തുടർന്ന് വരുന്ന വഴിപാട് കളങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റം ഫൊറോന സമിതിയുടെ നേതൃത്വത്തിൽ ഫൊറോന പരിധിയിലെ വിവിധ ഇടവകകളിൽ നിന്നും ത്രിതല പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ആദരിച്ചു. ഫൊറോന പള്ളി പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങ് KCYM മറ്റം ഫൊറോന ഡയറക്ടറും എളവള്ളി സെന്റ് ആന്റണീസ് പള്ളി വികാരിയുമായ ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. KCYM മറ്റം ഫൊറോന പ്രസിഡന്റ് നിജിൽ ജോസ് അധ്യക്ഷനായി. മറ്റം ഫൊറോന പള്ളി സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ 1 വർഷത്തെ കർമ്മ പദ്ധതികളുടെ പ്രകാശനം നിർവഹിച്ചു. KCYM മറ്റം ഫൊറോന ജനറൽ സെക്രട്ടറി എഡ്വിൻ ആൻഡോ, ട്രഷറർ VJ ആരോൺ, മറ്റം യൂണിറ്റ് പ്രസിഡന്റ് അലക്സ് ജോസ് കെ, എസ്തേർ ജോസ് എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികളായ KT ലിംസൺ, PD ജോസ്, പ്രസാദ് വാഗ, ജോൺ കാക്കശ്ശേരി, വിനു ജോൺസൺ, അനീഷ് ആന്റണി, ആനി ജോസ്, ലിയ ജോജോ, ലിസി വർഗീസ്, സിമി സ്റ്റെൽസൺ, ആൻലി GB എന്നിവരെയാണ് ആദരിച്ചത്. ചടങ്ങിന് ഫൊറോന ഭാരവാഹികൾ നേതൃത്വം നൽകി. കവിത കഫേ പുരസ്കാരം കവി രാംപ്രസാദിന് സമ്മാനിച്ചു. പട്ടാമ്പി കവിതാ കാർണിവലിലാണ് രാംപ്രസാദിന് പുരസ്കാരം സമ്മാനിച്ചത്. ശാല എന്ന കവിതയാണ് പുരസ്കാരത്തിന് അർഹമായത്. 5000 രൂപയും പ്രശസ്തി പത്രവുമായിരുന്നു പുരസ്കാരം. കവിയും എഴുത്തുകാരനും സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ K സച്ചിദാനന്ദൻ ചെയർമാനായും, കവി എടപ്പാൾ C സുബ്രഹ്മണ്യൻ, കവിതാ കഫേ ചെയർമാൻ കരീം അരിയന്നൂർ എന്നിവർ അംഗങ്ങളായ ജൂറിയാണ് 150 കവിതകളിൽ നിന്നും പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. ചടങ്ങിൽ എടപ്പാൾ C സുബ്രഹ്മണ്യൻ, കരീം അരിയന്നൂർ, കവി ജയേന്ദ്രൻ മേലഴിയം എന്നിവർ സംസാരിച്ചു. പ്രമുഖ എഴുത്തുകാരനും പത്രാധിപരുമായ KC നാരായണൻ, കവി ലോപമുദ്ര, പട്ടാമ്പി കവിതാ കാർണിവൽ സംഘാടകരായ അനിൽകുമാർ, K സന്തോഷ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് പുരസ്കാര സമർപ്പണം നടന്നത്. ഷുഹൈബ് കൃപേഷ് ശരത്ലാൽ രക്തസാക്ഷിത്വ ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് രക്തസാക്ഷി അനുസ്മരണ സദസ്സ് നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CS സൂരജ് സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി നിഖിൽ G കൃഷ്ണൻ മുഖ്യ അനുസ്മരണ പ്രസംഗം നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് നിസാം ആലുങ്ങൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് അഞ്ജന പൂവത്ത്, ജില്ലാ സെക്രട്ടറി ഋഷി ലാസർ, നിയോജക മണ്ഡലം ഭാരവാഹികളായ ഷുഹൈബ്, HMB നവീൻ മുണ്ടൻ, വിശാഖ് വിശ്വനാഥൻ, മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. എഴുത്തുകാരി ശ്രീദേവി വിജയന്റെ സ്പർശം എന്ന നോവലിന്റെ പ്രകാശനം തൃശൂർ സാഹിത്യ അക്കാദമി വയലോപ്പള്ളി ഹാളിൽ നടന്നു. യുവ എഴുത്തുകാരി ജിൻഷ ഗംഗ പ്രകാശനം നിർവഹിച്ചു. മേഘന വിജയ് പുസ്തകം ഏറ്റുവാങ്ങി. ആൽബിൻ രാജ് പുസ്തക പരിചയവും പ്രസാധകം മൊഴി സമസ്യ ചീഫ് എഡിറ്റർ സുനിത ശശിയും നടത്തി.
ഡിവൈഎസ്പി സുരേന്ദ്രൻ മങ്ങാട്ട് മുഖ്യാതിഥിയായി. തിരൂർ സമസ്യ പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. ഒരുപാട് സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം സാധാരണ മക്കളുടെ കവിതയും കഥയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അമ്മമാരാണ് വന്നിട്ട് നമ്മളെ ചിയർ ചെയ്യാറുള്ളത്. അതേപോലെ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതേപോലെ വേറെ ഒരു ആന്റിയുടെ മക്കൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട്. അമ്മയ്ക്ക് ഒരു കഥയും കവിതയൊക്കെ ഒരുപാട് എഴുതാറുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ 2-3 വർഷമായിട്ട് ഇതിലേക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് നാളത്തൊരു ആഗ്രഹമായിരുന്നു ഒരു നോവൽ എഴുതുക എന്നുള്ളത്. അതിന് ചെറുത് വെച്ചതും എല്ലാം പുസ്തകത്തിന് വേണ്ടിയിട്ടും ആദ്യം ഞാൻ എഴുതാൻ തുടങ്ങുമ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, എനിക്ക് എഴുതി തീരാൻ പറ്റുമോ? കാരണം കഥകളും കവിതകളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും നോവലിലേക്ക് കിടക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ പ്രിയ കൂട്ടുകാരി സുനിത, എന്നോട് ഒരുമിച്ച് പഠിച്ചതാണ്, സുനിത പറഞ്ഞിട്ടുണ്ടല്ലോ. അതേപോലെ അപ്പോൾ സുനിത ശ്രീദേവി എഴുതൂ, ശ്രീദേവിക്ക് സാധിക്കും, എഴുതി നോക്കൂ. അങ്ങനെ അവരുടെ ഒരു പ്രചോദനം കൊണ്ടാണ് ഞാൻ ഈ എഴുത്തിലേക്ക് വരുന്നത്. പിന്നെ ചെറുവത്താണി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ഉത്സവബലി ഭക്തിസാന്ദ്രമായി. തന്ത്രി മഠത്തിൽ മുണ്ടയൂർ അഗ്നിശർമ്മൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ഉച്ചയ്ക്ക് പ്രസാദകൂട്ടുമുണ്ടായിരുന്നു. ക്ഷേത്രം സേവാസമിതി പ്രസിഡന്റ് KN ഷാജി, സെക്രട്ടറി VK രമാഭായ്, ട്രഷറർ MS വിലാസിനി, MA ശങ്കരനാരായണൻ, CV മോഹൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പള്ളിവേട്ട വ്യാഴാഴ്ച വൈകുന്നേരം 7 മണിക്ക് നടക്കും. വെള്ളിയാഴ്ച രാവിലെ 9-ന് നടക്കുന്ന ആറാട്ട്, ഉച്ചമുതൽ നടക്കുന്ന ദേശപൂരം എന്നിവയോടെ ഉത്സവത്തിന് സമാപനമാകും. എരുമപ്പെട്ടിയിലെ പ്രമുഖ വ്യാപാര സ്ഥാപനമായ സവേര ഹോട്ടലിൽ ഉടമ പീതാംബരന്റെ നിര്യാണത്തിൽ എരുമപ്പെട്ടി പൗരാവലി അനുശോചിച്ചു. എരുമപ്പെട്ടി സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ യോഗത്തിന് ചെയർമാൻ KM അഷ്റഫ് അധ്യക്ഷനായി. വൈസ് ചെയർമാനും എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റുമായ റഷീദ് എരുമപ്പെട്ടി ആമുഖ പ്രഭാഷണം നടത്തി. കൺവീനർ MA ഉസ്മാൻ സ്വാഗതം പറഞ്ഞു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, മെമ്പർമാരായ രാജി സോമൻ, NK കബീർ, K ഗോവിന്ദൻകുട്ടി, ഷാജി വർഗീസ്, VV വിവേക്, AS ചന്ദ്രൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് MV ബാബു, CPM ഏരിയ കമ്മിറ്റി അംഗം MS സിദ്ധൻ, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് MC ഐജു, BJP സംസ്ഥാന കൗൺസിൽ അംഗം E ചന്ദ്രൻ, NCP ജില്ലാ സെക്രട്ടറി TG സുന്ദർലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,135 രൂപ, പവന് 1,13,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും വർഗീയതയ്ക്കുമെതിരെയുള്ള ജനാധിപത്യപരമായ തേരോട്ടത്തിൽ കുന്നംകുളത്തിന്റെ കോട്ടക്കൊത്തളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ത്രിവർണ്ണ കൊടി പാറിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പുതുയുഗ യാത്രയ്ക്ക് കുന്നംകുളത്ത് ഉജ്ജ്വല സ്വീകരണം നൽകി. നവീകരിച്ച തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ പാറമേക്കാവ് മുതൽ കല്ലുംപുറം വരെയുള്ള റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിയുടെ പൂർത്തീകരണവും കുന്നംകുളം നഗരസഭയെയും കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ചെറുവള്ളിക്കടവ് പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും കലശമല ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷനുള്ള ഭൂമി ഏറ്റെടുത്തതിന്റെ രേഖകൾ കൈമാറലും വ്യാഴാഴ്ച രാവിലെ 10:30-ന് കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ സജ്ജമാക്കുന്ന വേദിയിൽ സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ ഇരിപ്പുവേല അധികാരപ്പറ പുറപ്പെട്ടു. 18 ദേശത്തിനും പാരമ്പര്യ അവകാശിയായ മേലേപ്പുരയ്ക്കൽ കുറുമ്പയുടെ തറവാട്ടിൽ നിന്നാണ് പറ പുറപ്പെട്ടത്. വേലയാഘോഷം ഫെബ്രുവരി 22, 23, 24 തീയതികളിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.